ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിന്റെ അനുകമ്പാദശകം 4-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവിചാരമാണ്. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം. അരുൾ അഥവാ സ്നേഹം ഇല്ലാതെ ജീവിക്കുന്നവന്റെ സത്ത അസ്ഥി, തോൽ, സിരകൾ തുടങ്ങി നാറുന്ന ഭാഗങ്ങളോടുകൂടിയ വെറും ജഡശരീരം മാത്രമാണ്. അങ്ങനെയുള്ളവന്റെ ജീവിതം മരുവിൽ ഉണ്ടെന്നു തോന്നുന്ന ജലപ്രവാഹം പോലെയോ അഥവാ മരുപ്രദേശത്ത് ഒഴുകി എത്താനിടയായ വെള്ളത്തിൻ്റെതുപോലെയോ പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യാത്ത വൃക്ഷത്തിൻ്റെതുപോലെയോ അർത്ഥമില്ലാത്തതായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് അതിൻ്റെ വാച്യാർത്ഥം. ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ലെങ്കിൽ അയാൾ വെറും ജഡമാണ്. ജീവനില്ലാത്തത് ജഡമാണ്. അസ്ഥി, തോൽ, മാംസം, സിരകൾ എന്നീ ധാതുക്കൾ ചേർന്നതാണ് ജഡശരീരം. ഇതൊക്കെ ദുർഗന്ധം ഉണ്ടാക്കുന്നതുമാണ്. അല്ലെങ്കിൽ ഈ ജഡശരീരം ദുർഗന്ധത്തോടു കൂടിയതുമാണ്. നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാവണം. ശരീരം അത്തരത്തിൽ അർത്ഥമുള്ള ജീവിതത്തിന്റെ ഭാഗമാണ് താനും. ജീവിതത്തിന് താങ്ങായി വർത്തിക്കുന്നതാണ് ശരീരം. ആ ജീവിതം അരുൾ അഥവാ സ്നേഹത്താൽ പൂരിതമായിരിക്കണം. സ്നേഹം നിറഞ്ഞതായിരിക്കണം. സ്നേഹത്തിന്റെ നിറവില്ലാതെ അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞതല്ലാത്ത സ്നേഹമില്ലാതെ ജീവിക്കുന്നവന്റെ ജീവിതം അതൊരു ജീവിതമല്ല. അങ്ങനെയുള്ളവർ ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. കാരണം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വെറും ശാരീരികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ശരീരം ജീവിച്ചിരുന്നാലും മരിച്ചാലും ദുർഗന്ധം വമിക്കുന്ന ജഡം മാത്രമാണ്. അത് ജീവിച്ചിരുന്നാലും മരിച്ചാലും അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകും. ചുരുക്കത്തില് ഒരുവന് ജീവിതത്തെ ജീവിതമായി ജീവിക്കാൻ കഴിയുന്നത് അവന്റെ ഉള്ളിൽ തന്നെയുള്ള സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തെ പങ്കുവെക്കുമ്പോഴാണ്. സ്നേഹമില്ലാത്ത ഒരുവന്റെ ജീവിതം ഒരു മരീചിക പോലെയാണ്. മരുഭൂമിയിലെ ഒഴുകിയെത്തുന്ന ജലം. മരുഭൂമി ഉണങ്ങി വറ്റി വരണ്ടു കിടക്കുന്ന മരുഭൂമിയിലേക്ക് ഒരു മഴ പെയ്തിറങ്ങിയാൽ ഒരു തുള്ളി ജലം പോലും അവിടെ തളം കെട്ടി നിൽക്കാതെ ആ ജലം മുഴുവൻ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകും. തന്നെയുമല്ല, അവിടെ മരുഭൂമിയിലെങ്ങും ഒരു സസ്യജാലം പോലും ഉണ്ടാവില്ല. ഒരു 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 ചെറിയൊരു സസ്യത്തിന് പോലും ആ ജലം കൊണ്ട് പ്രയോജനപ്പെടില്ല. അല്ലെങ്കിൽ അവിടേക്ക് കുറച്ച് ജലം ഒഴുകി വന്നാൽ പോലും ആ ജലം അവിടെ നിലനിൽക്കില്ല. അത് ആർക്കും പ്രയോജനമില്ലാതെ ഭൂമിക്കടിയിലേക്ക് പോകും. അപ്പോ സ്നേഹത്തെ തിരിച്ചറിയാത്തവരുടെയും സ്നേഹത്തെ പങ്കുവെക്കാൻ കഴിയാത്തവരുടെയും ഒക്കെ ജീവിതത്തിനോട് ഗുരു ഉപമിച്ചിരിക്കുന്നത് മരുഭൂമിയിലേക്ക് ഒഴുകി വരുന്ന ജലത്തെ പോലെയോ അവിടേക്ക് പെയ്തിറങ്ങുന്ന മഴയെ പോലെയൊക്കെയാണ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു പ്രഭാഷണമല്ലൊരു VM സിദ്ദിഖ് അലി എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളെ ശ്രവിക്കാനിടയായി. അദ്ദേഹം ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്. അപ്പോൾ ഇന്ത്യയില് വനങ്ങളില് ഇന്ത്യയിലുള്ള മുഴുവൻ ഫോറസ്റ്റില് 100-ലധികം തരം അധിനിവേശ സസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അധിനിവേശ സസ്യങ്ങൾ. അതില് 80-ലധികം ഇനത്തിലുള്ള സസ്യങ്ങൾ കേരളത്തിലെ വനങ്ങളിൽ കാണാം. ഇപ്പൊ നമ്മൾ ഈ അടുത്ത ഇടയിൽ കേൾക്കുന്ന വാർത്തകളാണ് പല മൃഗങ്ങളും നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങിയിട്ട് ഇര തേടുന്നു. അതിനുള്ള കാരണം ഇതാണ്. ആനയ്ക്കും മറ്റ് മൃഗങ്ങൾക്കുമൊക്കെ വേണ്ട ഭക്ഷിക്കേണ്ട സസ്യങ്ങൾ പലതും വനത്തിൽ ഇല്ലാതെയാകുന്നു. കാരണം ഇത്തരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ പെരുകി വളരുന്നതോടുകൂടി ഇവയ്ക്ക് ഭക്ഷിക്കേണ്ടതാകുന്ന മറ്റു സസ്യങ്ങൾ അവിടെ വളരാതെ വരുന്നു. അപ്പോൾ ചില സസ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കും. അതുകൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവില്ല. ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു വൃക്ഷമോ ഒക്കെ അതിനൊരു പൂർണ്ണത ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്നത് അത് വളർന്ന് പൂവിട്ട്
അതിൻ്റെ പൂവിൻ്റെ സുഗന്ധം തൻ്റെ ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളിലേക്ക് പരത്തുമ്പോൾ അതൊരു സ്നേഹമായി നമുക്ക് തോന്നില്ലേ? ഒരു സുഗന്ധം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സസ്യത്തിലെ പുഷ്പത്തിനെ കാണുമ്പോൾ അത് നമുക്ക് സ്നേഹത്തോടെ അതിൻ്റെ ആ ഒരു സുഗന്ധം നമുക്ക് പ്രദാനം ചെയ്യുന്നതായി, നമ്മെ സ്നേഹിക്കുന്നതായി നമുക്ക് തോന്നാറില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിൻ്റെ കൊമ്പിലെ പഴുത്ത മാമ്പഴം അത് നാം കഴിക്കുമ്പോൾ ഒരു വേദനയും അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടും പറയാതെ അത് നമുക്കത് പ്രദാനം ചെയ്യുമ്പോൾ അതൊരു സ്നേഹമായി നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ അത്തരത്തിൽ തൻ്റെ ചുറ്റുമുള്ളവർക്ക് മുഴുവൻ ഒരു പുഷ്പത്തിൻ്റെ അല്ലെങ്കിൽ തന്നിൽ വിരിയുന്ന ഒരു പൂവിൻ്റെ സൗന്ദര്യമായോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചുറ്റുപാടും പ്രവഹിക്കുന്ന സുഗന്ധമായോ ഒക്കെ സ്നേഹത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വൃക്ഷം. അത്തരത്തിൽ കഴിയാത്തൊരു വൃക്ഷത്തിനോടാണ് ഗുരു സ്നേഹമില്ലാത്ത മനുഷ്യനെ അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ജീവിയെ ഉപമിച്ചിരിക്കുന്നത്. ചെറിയൊരു സസ്യമാണെങ്കിലും ഒരു വൃക്ഷമാണെങ്കിലും അതിൽ പൂവിട്ട് അതിൻ്റെ സുഗന്ധമൊക്കെ മറ്റുള്ളവരിലേക്ക് പരത്തി അതിൻ്റെ സൗന്ദര്യത്തിനെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സ്നേഹമായി കൊടുത്ത് പിന്നീട് ആ പുഷ്പം കൊഴിഞ്ഞ് അതിലെ കായിട്ട് ആ കാ വിരിഞ്ഞ് കാ കൊഴിഞ്ഞ് ആ കായിൽ നിന്നും വീണ്ടും പുതിയ സസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിലൂടെ ആ ആ ഒരു സസ്യത്തിൻ്റെ നിലനിൽപ്പിനെ അത് ഉറപ്പിക്കുകയാണ്. അത് പൂർണ്ണതയിലെത്തിയെന്ന് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ജീവിതം ധന്യമായി എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയും അല്ലേ? അപ്പോൾ അത്തരത്തിൽ കഴിയാത്ത സസ്യങ്ങളുണ്ട്. ഒരു ഒരു ചെറിയൊരു ജീവിക്ക് പോലും ചെറിയൊരു തണൽ പോലും നൽകാൻ പറ്റാത്ത പല സസ്യങ്ങളുമുണ്ട്. അത്തരത്തിലൊക്കെയുള്ള സസ്യത്തിനോടാണ് സ്നേഹം പൊടി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിയാത്ത മനുഷ്യനെ അല്ലെങ്കിൽ സ്നേഹത്തിനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രസരിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യനോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ നമുക്ക് സകല ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും ഒക്കെ കണ്ടാൽ അതിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠമാണ്. അവയൊക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ പുഷ്പങ്ങളായും പുഷ്പങ്ങളിലെ തേനായും അതിൻ്റെ സൗന്ദര്യമായും അതിൻ്റെ സുഗന്ധമായും കിളികളുടെ നാദമായും ഇളം കാറ്റായും ഒക്കെ ഈ പ്രകൃതി നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിനെ നമുക്ക് അത്തരത്തിൽ മറ്റുള്ളവരിലേക്ക് പ്രവഹിപ്പിക്കാൻ കൂടി കഴിയണം. അത്തരത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെയും വെറും ജഡങ്ങളാണ്, ചത്ത് ജീവിക്കുന്ന വെറും മനുഷ്യരാണ്. അത്തരത്തിലാവരുത് നാം. ഈ പ്രകൃതിയിലുള്ള സകലതിനോടും സ്നേഹമായി സുഗന്ധം പരത്തി ജീവിതം നയിക്കുവാൻ കഴിയുന്ന യഥാർത്ഥ ജീവികളായി, അരുളുള്ള ജീവികളായി മാറുവാൻ നമുക്ക് ഗുരുവിൻ്റെ കൃതിയിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ഗുരു ഓം തത് സത്.